ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോയിൽ സ്നേഹമുള്ളവരെ, നോമ്പുകാല ചിന്തകൾ എന്ന സബ് ടൈറ്റിലിൽ കടുകുമണി എന്ന ഒരു പ്രോഗ്രാം ഗുഡ്നസ് ടി വിയിൽ കഴിഞ്ഞ കാലങ്ങളിൽ സംപ്രേഷണം ചെയ്തത് നിങ്ങൾ ഒത്തിരി പേര് അത് കേട്ടു, അത് കണ്ടു എന്ന് നിങ്ങൾ തന്നെ നേരിട്ട് എന്നെ അറിയിച്ചു. കുറേ പേര് കണ്ടവരെല്ലാം എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ടായിരുന്നു. ചെറിയ സമയമാണ്, 10 മിനിറ്റ് ആണെങ്കിലും തിരക്കേറിയ ജീവിതത്തിൽ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലുള്ള സന്ദേശങ്ങൾ ചെറിയ സമയം കൊണ്ട് കേൾക്കാൻ പറ്റുന്ന വലിയ കാര്യമാണ്. ഞങ്ങളുടെ ആത്മീയ വളർച്ചയ്ക്കും ജീവിത നിയന്ത്രണത്തിനൊക്കെ പറ്റിയ സന്ദേശങ്ങൾ അച്ഛൻ ഇനി അത് തുടരണം എന്നോട് ആവശ്യപ്പെട്ടു. ഇന്ന് നമ്മൾ ധ്യാന വിഷയമാക്കുന്ന വചനം റോമാലേഖനം 12-ാം അധ്യായത്തിൻ്റെ 2-ാം വചനത്തിൻ്റെ ആദ്യ ഭാഗമാണ്. നിങ്ങൾ ഈ ലോകത്തിന് അനുരൂപരാകരുത് എന്ന് പൗലോസ്ലീഹ പറയുന്നു. റോമാലേഖനം 12-ാം അധ്യായത്തിൻ്റെ 2-ാം വചനത്തിലെ ആദ്യ ഭാഗം. നിങ്ങൾ ഈ ലോകത്തിന് അനുരൂപരാകരുത്. യു ഷാൽ നോട്ട് ബി കൺഫോംഡ് ടു ദ സ്റ്റാൻഡേർഡ്സ് ഓഫ് ദിസ് വേൾഡ്. ഈ ലോകം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ്, അതിനെക്കുറിച്ച് നമ്മളൊന്ന് മനസ്സിലാക്കാൻ പോവുക. ഈ ലോകത്തിന് അനുരൂപരാകരുതെന്ന് പറയുമ്പോൾ ഈ ലോകത്തിൻ്റെ അധിപനായ സാത്താൻ നിയന്ത്രിക്കുന്ന ഒരു സാമ്രാജ്യമുണ്ട്. ദൈവരാജ്യത്തിന് നേർവിപരീതമായ ദൈവത്തിൻ്റെ ഭരണത്തോട് ഒട്ടും സഹകരിക്കാത്ത, യേശുവിനെ നിരസിക്കുന്ന ഒരു ലോകമുണ്ട്. അതിനെയാണ് ഈ ലോകം എന്ന പൗലോസ്ലീഹായും യോഹന്നാൻ സ്ലീഹായും ഒക്കെ വിളിക്കുന്നത്. ഈ ലോകത്തിന് അനുരൂപരാകരുതെന്ന് പറയുമ്പോൾ തന്നെ മനസ്സിലേക്ക് ഓടി വരുന്ന ഒരു സംഭവമുണ്ട്. ഞാൻ അമേരിക്ക ഫ്ലോറിഡയിലെ ഞങ്ങളുടെ ധ്യാന കേന്ദ്രത്തിൽ വെച്ചാണ് കണ്ടുമുട്ടിയത്. അവിടെ വെച്ചല്ല, അവിടെ നിന്നൊരു ധ്യാനത്തിന് പോയ അവസരത്തിൽ അദ്ദേഹത്തെ കണ്ടുമുട്ടിയതാണ്. അദ്ദേഹം എന്നെ പരിചയപ്പെടാൻ വേണ്ടി വന്നിട്ട് എന്നോട് പറഞ്ഞു, അച്ഛൻ എന്നെ ഓർമ്മയുണ്ടോ? എനിക്ക് അങ്ങനെ ഓർമ്മ വരുന്നില്ലായിരുന്നു. അദ്ദേഹം പറഞ്ഞു, അച്ഛൻ പോട്ടെ ആശ്രമത്തിൽ ഡയറക്റ്റ് ആയിരുന്ന കാലത്താണ് ഞാൻ അച്ഛനെ കണ്ടത്. അപ്പോൾ പേരും വീട്ടുപേരൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് ഓർമ്മ വന്നു. വളരെ മിടുക്കനായൊരു വചന പ്രഘോഷകൻ, നന്നായിട്ട് വചനം വ്യാഖ്യാനിക്കും, നല്ല സ്വരം, പാട്ട് പാടും, നല്ല വ്യക്തിത്വമുള്ളൊരു ആൾ. എല്ലാവരോടും വളരെ മധുരമായി പെരുമാറുന്നു. അതുപോലെ തന്നെ നല്ല കൗൺസിലിംഗ് മിനിസ്ട്രി ഉണ്ട്, രോഗശാന്തി വരമുണ്ട്. എല്ലാ തരത്തിലും ഒരു ധ്യാന ഗുരുവിൻ്റെ എല്ലാ കഴിവുകളുള്ള ആൾ. അന്ന് അദ്ദേഹം വിവാഹിതനല്ല. അദ്ദേഹത്തെ പെട്ടെന്ന് ജനങ്ങൾ സ്വീകരിക്കുകയും ചെയ്യും. എല്ലാവരെയും ആകർഷിക്കാനൊരു കഴിവുള്ള ഒരു വ്യക്തിയായിരുന്നു. ഞാൻ അന്ന് അദ്ദേഹത്തിൻ്റെ വചന പ്രഘോഷണം കേട്ടിട്ട് അന്ന് എനിക്ക് തോന്നിയ കമൻറ്റുകൾ, കറക്ഷൻസൊക്കെ ഞാൻ കൊടുക്കുകയും ചെയ്തു. എല്ലാം വളരെ എളിമയോടുകൂടെ, ഓപ്പൺ ഹാർട്ടോടുകൂടി, തുറന്ന ഹൃദയത്തോടെ അദ്ദേഹം സ്വീകരിക്കുകയും ചെയ്തു. അപ്പോൾ ഞാൻ അമേരിക്ക വെച്ച ഒരു ധ്യാനത്തിൻ്റെ ഒരു പള്ളിയിലെ ധ്യാനം കഴിഞ്ഞിറങ്ങിയപ്പോഴാണ് എന്നെ കണ്ടത്. ഞാൻ ചോദിച്ചു, ഇപ്പോൾ എവിടെയാണ് ധ്യാനിപ്പിക്കുന്നത്? അപ്പോൾ പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ കണ്ണുകളൊക്കെ നിറഞ്ഞു. അദ്ദേഹം പെട്ടെന്ന് വല്ലാതെ വികാരം കൊണ്ട് എന്നോട് പറഞ്ഞു, ഇപ്പം ഞാൻ ഒരിടത്തും ധ്യാനിപ്പിക്കുന്നില്ല, ഇപ്പോൾ എന്നെ അധികാരികൾ വിലക്കിയിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് പെട്ടെന്നൊരു ഷോക്കായി. വിലക്കാൻ മാത്രമുള്ള ഗുരുതരമായൊരു വീഴ്ചയിൽ ഈ നല്ല മനുഷ്യൻ പെട്ടുപോയോ? വളരെ നക്ഷത്രം പോലെ ജ്വലിച്ചു നിന്ന പലരും ഇതുപോലെ തീർത്തും ശോഭ നഷ്ടപ്പെട്ട് കരിക്കട്ട പോലെ കറുത്തതും അതുപോലെ ശോഭയൊട്ടും ഇല്ലാത്തതുമായത് ആൾക്കാരായിട്ട് മാറുന്നതും കരിന്തിരി കത്തുന്ന വിളക്കുകൾ പോലെ ആയിത്തീരുന്നതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇതെന്നെ അത്ഭുതപ്പെടുത്തി കളഞ്ഞു. ഞാൻ ചോദിച്ചാൽ എന്താ പറ്റിയത്? എന്നോട് പറഞ്ഞു, ഞാൻ എല്ലാവരുടെയും പ്രശംസയും അംഗീകാരവും ഒക്കെ കിട്ടി ജനങ്ങൾ എന്നിലേക്ക് ഓടിക്കൂടാൻ തുടങ്ങി. ഞാൻ പതുക്കെ, ദൈവമാണിതെല്ലാം എനിക്ക് തന്നത്, ദൈവത്തിൻ്റെ ഒരു പദ്ധതിയുണ്ട്. 1 കൊരിന്തോസ് 4:7 വചനമുണ്ടല്ലോ, ദാനമായിട്ട് കിട്ടിയതല്ല സ്വന്തമായിട്ട് നിനക്ക് എന്തുണ്ട്? എല്ലാം ദാനമായിരിക്കെ ദാനമല്ല എന്ന മട്ടിൽ നീ എന്തിനാ അഹങ്കരിക്കുന്നത്? നമുക്കൊക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു ബലഹീനതയാണ്, ഒരു വലിയ അധപതനത്തിൻ്റെ ആദ്യ കാരണമാണിത്. ദൈവം തന്ന ദാനത്തെ, ദൈവം തന്ന കഴിവിനെ, ദൈവം തന്ന വരപ്രസാദത്തെയും വരത്തെയും, ദൈവം തന്ന ശുശ്രൂഷ മേഖലകളെയും തങ്ങളുടെ എന്തോ കഴിവിൻ്റെ ഭാഗമായിട്ട് പരിഗണിച്ച് തങ്ങളിൽ തന്നെ അഭിമാനിച്ച് സന്തോഷിച്ച് അതിൽ അഭിരമിച്ച് കഴിയുമ്പോഴുണ്ടാകുന്ന ദുരന്തം അത് പലർക്കും അപകടം ഉണ്ടാക്കിയിട്ടുണ്ട്. നിരന്തരമായി ഇത് എൻ്റേതല്ല, എൻ്റെ കഴിവുകൊണ്ടല്ല, ഇത് ദൈവത്തിൻ്റേതാണ്, ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞ് മുഴുവൻ ഗ്ലോറിയും ദൈവത്തിന് കൊടുക്കേണ്ട സ്ഥലത്ത് ലോകത്തിൻ്റേതായ ഒരു സ്വഭാവത്തിലേക്ക് നമ്മൾ അധപതിച്ചെന്ന് വരാം. ഈ മനുഷ്യൻ സംഭവിച്ചു.
ഞാൻ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ വീഴ്ചകളുടെ വിവരണങ്ങളൊന്നും ഇവിടെ നൽകുന്നില്ല. 32 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ കണ്ടെത്തിയ ആളാണ്. 33 വർഷങ്ങൾക്ക് മുമ്പ് കണ്ടെത്തിയ വ്യക്തിയാണ്. അന്ന് അദ്ദേഹം ഒരു തിളങ്ങ നക്ഷത്രമായിരുന്നെങ്കിൽ ഇന്ന് അദ്ദേഹം ഒന്നും അല്ലാതായി തീരാൻ കാരണം അദ്ദേഹം എന്നോട് പറഞ്ഞു, അച്ഛൻ ഇന്ന് പ്രസംഗത്തിൽ പറഞ്ഞതാണ് കാരണം. ഞാൻ ഈ ലോകത്തിന് അനുരൂപനായിപ്പോയി. സമ്പത്ത് വന്നപ്പോൾ, പണം കൂടുതൽ വന്നപ്പോൾ, സൗകര്യങ്ങൾ വർദ്ധിച്ചപ്പോൾ, പേരും പ്രശസ്തിയും വർദ്ധിച്ചപ്പോൾ, ജനങ്ങളെ എനിക്ക് കൈയടി തന്നപ്പോൾ, അവരെന്നെ ഒരു വലിയ ബഹുമാനത്തോടെ ആദരവോടെ കണ്ടപ്പോൾ, ഇതെല്ലാം എൻ്റെ ഒരു മിടുക്കാണ് എന്നൊരു തോന്നൽ എൻ്റെ ഉള്ളിൽ വന്നതുകൊണ്ടായിരിക്കാം ഞാൻ ആത്മീയ പിതാക്കന്മാർക്ക് ചെവി കൊടുത്തില്ല. അച്ഛൻ എന്നോട് അന്നൊരു കാര്യം പറഞ്ഞിരുന്നു, എല്ലാ 2 ആഴ്ച കൂടുമ്പോൾ ഒന്നെങ്കിലും കുമ്പസാരിക്കണം, മാസത്തിൽ 2 തവണ, പറ്റുമെങ്കിൽ ആഴ്ചയിലൊന്ന് കുമ്പസാരിച്ചു. ചെറിയ പാപങ്ങളാണെങ്കിൽ പോലും, ലഘുപാപങ്ങളാണെങ്കിൽ സാരമില്ല, ഒരു സ്ഥിരം കുമ്പസാരനെ കണ്ടെത്തി അവിടെ കുമ്പസാരിക്കണം. അദ്ദേഹം എൻ്റെ ആത്മീയ പിതാവാകുകയാണ്, നല്ലതായിരിക്കും. ഒരു ആത്മീയ പിതാവിൻ്റെ നിർദ്ദേശം വേണം, അതും വരങ്ങളുള്ള ഒരു വൈദികൻ. എന്ന് പറഞ്ഞാൽ എല്ലാ വൈദികർക്കും വരങ്ങളുണ്ടെങ്കിലും പരിശുദ്ധാത്മാവിൻ്റെ പ്രത്യേകമായിട്ടുള്ള ഈ സഹായക വരങ്ങൾ ഉപയോഗിച്ച് ശുശ്രൂഷ ചെയ്യുന്നയാളോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ശുശ്രൂഷകളെക്കുറിച്ച് സന്തോഷമുള്ള ആളോ ആയിരിക്കണം. ഇതിനോടൊക്കെ എതിർപ്പോ വിമർശനമുള്ള ഒരാളെ ഒരു ആത്മീയ പിതാവായി സ്വീകരിച്ച് ചെറിയ കാര്യങ്ങളൊക്കെ നമ്മൾ സംശയം ചോദിച്ചോ അല്ലെങ്കിൽ ഒരു ചെറിയ പാപം ഒന്ന് ഏറ്റു പറയാൻ ചെല്ലുമ്പോൾ ചിലപ്പോൾ അദ്ദേഹം നിരുത്സാഹപ്പെടുത്തിയെന്ന് വരാം. അങ്ങനെ അല്ലാത്ത ഒരാളെ കണ്ടെത്തണമെന്ന് പറഞ്ഞു. അദ്ദേഹം ആദ്യകാലത്ത് അത് ചെയ്തിരുന്നു. പിന്നീട് പേരും പ്രശസ്തിയായപ്പോൾ ഒരു വലിയ അപകടം പറ്റി. ആത്മപിതാക്കന്മാരില്ല, കുമ്പസാരം നീണ്ടു പോകാൻ തുടങ്ങി. എന്നാൽ കുർബാന സ്വീകരണം മുടങ്ങിയില്ല. കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ അനുദിന ബലി ഇല്ലാതായപ്പോൾ അനുദിന കുർബാന സ്വീകരണം ഇല്ലാതായി. പിന്നെ തൻ്റെ ബുദ്ധിയും ഓർമ്മശക്തി ഉപയോഗിച്ചുകൊണ്ട് വചനം പ്രഘോഷിക്കാൻ തുടങ്ങി. വചനപ്രഘോഷണത്തിന് ഭാഷാശുദ്ധി ഉണ്ടായിരുന്നതുകൊണ്ടും നല്ല ഒഴുക്കുള്ള ഭാഷ ഉണ്ടായിരുന്നതുകൊണ്ടും എല്ലാവരുടെയും കയ്യടിയും പ്രശംസയും കിട്ടുന്നതുകൊണ്ടും അദ്ദേഹം എല്ലാവരുടെയും ആരാധനാ പാത്രമായി അങ്ങനെ പോയി. കുറെ കഴിഞ്ഞിട്ട് അധപതിച്ചു പോയി. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഈ ലോകത്തിന് അനുരൂപരാകരുതെന്ന് പൗലോസ്ലീഹ വഴി പരിശുദ്ധാത്മാവിൽ നിന്ന് നമ്മോട് പറയുന്ന വചനം നമുക്ക് ഒന്ന് സ്വീകരിക്കാം. നമ്മൾ എത്രയൊക്കെ നല്ലവരായി ജീവിക്കാൻ പരിശ്രമിക്കുകയാണെങ്കിലും, നല്ലവരാണെന്ന് ലോകം മുഴുവൻ അംഗീകരിച്ചാലും, നമ്മളെപ്പോഴും നോക്കണം, ഞാൻ ഈ ചെയ്യുന്ന പ്രവൃത്തി, ഞാൻ പറയുന്ന കാര്യം, ഞാൻ ഏറ്റെടുക്കുന്ന ഉത്തരവാദിത്വം, എൻ്റെ പ്രവർത്തന ശൈലി, എൻ്റെ ബോധ്യങ്ങൾ, എൻ്റെ അറിവ്, എൻ്റെ ധാരണ, എൻ്റെ വായന, പഠനം, എൻ്റെ വിശ്രമം, എൻ്റെ ഉല്ലാസങ്ങൾ, അത് ഈ ലോകത്തിൻ്റേതാണോ ദൈവരാജ്യത്തിൻ്റേതാണോ എന്ന്. അതിനെക്കുറിച്ച് ഞാൻ അടുത്ത എപ്പിസോഡ് കൂടുതൽ പറഞ്ഞുകൊള്ളാം. ഈ ലോകത്ത് എന്ന് പറയുന്നത് പിശാചിനാൽ നിയന്ത്രിക്കപ്പെടുന്ന ഒരവസ്ഥയാണത്. അതായത് പിതാവായ ദൈവത്തെ പിതാവായി സ്വീകരിക്കാത്ത, പിതാവായി ദൈവം വെച്ച പുത്രനായ യേശുവിനെ സ്വീകരിക്കാത്ത, യേശുവിലൂടെ സംഭവിച്ച രക്ഷാകര ബലിയുടെ ആ രക്ഷാകര സംഭവത്തിൻ്റെ അനുഗ്രഹം പ്രാപിക്കാത്ത, പിതാവായ ദൈവം യേശുവിലൂടെ നമുക്ക് തരുന്ന പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാത്ത, പരിശുദ്ധാത്മാവിനെ അനുസരിക്കാത്ത, പരിശുദ്ധാത്മാ നയിക്കപ്പെടാത്തവരുടെ ആ വ്യക്തികളുടെ കൂട്ടായ്മ, അവരുടെ പ്രസ്ഥാനങ്ങൾ, അവരുടെ പ്രത്യയശാസ്ത്രങ്ങൾ, അവരുടെ പ്രബോധനങ്ങൾ, അവരുടെ ഉല്ലാസങ്ങൾ, അവരുടെ കലാകായിക മേഖലകൾ, സാംസ്കാരിക മേഖലകൾ, ഇതെല്ലാം കൂടെ കൂടിയതാണ് ലോകരാജ്യം. ഈ ലോകം എന്നുള്ളത് ഞാനൊരു പേര് കൊടുക്കുകയാണ്, ലോകരാജ്യം. ദൈവരാജ്യത്തിന് നേർവിപരീതമായൊരു രാജ്യം. ലോകരാജ്യത്തിൽ അധിപൻ പിശാചാണ്. അതുകൊണ്ടാണ് 2 കൊരിന്തോസ് 4 അധ്യായം 3-4 വചനങ്ങളിൽ പൗലോസ്ലീഹ ഇങ്ങനെ പറഞ്ഞത്, ഞങ്ങളുടെ സുവിശേഷം നിഗൂഢമായിരിക്കുന്നതിൽ അത് നാശത്തിലേക്ക് ചരിക്കുന്നവർക്ക് മാത്രമാണ്. എന്തെന്നാൽ ഈ ലോകത്തിൻ്റെ ദേവൻ, ഒന്നുകൂടി ഞാൻ പറയുന്നു, ഈ ലോകത്തിൻ്റെ ദേവൻ, പൗലോസ്ലീഹ പറഞ്ഞ വാക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ ലോകത്തിൻ്റെ ദേവൻ അവിശ്വാസികളെ അവരുടെ മനസ്സിനെ അന്ധമാക്കി. തന്നിമിത്തം ദൈവത്തിൻ്റെ പ്രതിരൂപമായ യേശു ക്രിസ്തുവിൻ്റെ മഹത്വമേറിയ സുവിശേഷത്തിൻ്റെ പ്രകാശം അവർക്ക് ദൃശ്യമല്ല. ഈ ലോകത്തിൻ്റെ ദേവൻ അവനാണ് പിശാച്, അവനാണ് സാത്താൻ. അവനെ ഈശോ വിളിക്കുന്ന ഈ ലോകത്തിൻ്റെ അധികാരി എന്നാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ ലോകത്ത് അനുരൂപരാകുന്ന മേഖലകൾ അനവധിയാണ്. നമ്മൾ അറിയാതെ അതിൽ പെട്ടുപോകും. കാരണം നമ്മുടെ ജഡത്തിൻ്റെ സ്വഭാവം, ഈ ലോകത്തിൻ്റെ സ്വാധീനം, നമ്മുടെ മനസ്സിൻ്റെ സ്വഭാവശുദ്ധിയില്ലായ്മ, നമ്മുടെ ആത്മാവിലുള്ള അഭിഷേകത്തിൻ്റെ കുറവ്, പാരമ്പര്യമായിട്ട് നമുക്ക് കിട്ടിയ ചില സ്വഭാവ സവിശേഷതകൾ, നമ്മുടെ വ്യക്തിത്വത്തിൻ്റെ ചില വൈകല്യങ്ങൾ, ഇതൊക്കെ നമ്മെ ഈ ലോകത്തിലേക്ക് തിരിയാനും ലോകത്തിൻ്റെ അധിപനായ സാത്താൻ്റെ ദാസനായി, ദാസിയായി അല്ലെങ്കിൽ അടിമയായി
ഉപകരണമായി മാറാൻ നമ്മെ പ്രേരിപ്പിച്ചു, പ്രലോഭിപ്പിച്ചു എന്ന് വരാം. നമുക്ക് കൂടുതൽ ആഴത്തിലതിനെക്കുറിച്ച് അടുത്ത എപ്പിസോഡ് ധ്യാനിക്കാം. ഇപ്പോൾ നമ്മൾ എൻ്റെ ജീവിതം ദൈവരാജ്യത്തിന് അനുകൂലമായൊരു ജീവിതമാണോ, ദൈവരാജ്യത്തിൻ്റെ അധിപനായ ഈശോയുടെ ദാസനാണോ, ഞാൻ ദാസിയാണോ, അതോ ഈ ലോകത്തിൻ്റെ അധിപനായ പിശാചൻ്റെ, ഈ ലോകത്തിൻ്റെ ദേവനായ പിശാചൻ്റെ ദാസിയാണോ എന്ന് ഒന്ന് ആത്മശോധന ചെയ്ത് നോക്കാം. കർത്താവേ, ഈ ലോകത്തിന് അനുരൂപരാകരുതെന്ന് വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ വഴി ഞങ്ങളെ പഠിപ്പിച്ച കർത്താവേ, ദൈവരാജ്യത്തിന് അനുകൂലമായൊരു വിശുദ്ധ ജീവിതം നയിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. അതിനെതിരായിട്ടുള്ള പ്രലോഭനങ്ങളെ അതിജീവിക്കാനുള്ള ആത്മീയ ബലവും ശക്തി അഭിഷേകം ഞങ്ങൾക്ക് തരണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.